ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞ്, ജയ്പൂർ ബൈബിൾ കൺവെൻഷന്റെ മലങ്കര കത്തോലിക്ക സഭയുടെ മനോഹരമായ ദേവാലയത്തിൽ ഇരുന്ന് എമ്മാനുവേലും ഞാനും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ ഒരു വചനമാണ് ഇന്നത്തെ ആമേൻ. ലൂക്ക 24:34. എമ്മാവൂസിലേക്ക് വന്ന ശിഷ്യന്മാരെ ഈശോ പറഞ്ഞയച്ച് അവർ തിരിച്ചു ചെല്ലുന്ന ഭാഗമാണ്. ലൂക്ക 24:34. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, അവർ ശമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവരതിങ്ങനെ പറഞ്ഞ് വായടയ്ക്കുന്ന സമയത്ത്, നാക്ക് വായിലിടും മുമ്പ് എമ്മാവൂസിലെ ശിഷ്യന്മാർ വന്ന് അതേ വിശേഷം പറഞ്ഞു. ഒരേ വിശേഷം, ഒരേ വാർത്ത. മനപ്പൊരുത്തത്തിന്റെ ആധാരം സുവിശേഷമാണ്. വന്നവരും നിന്നവരും കൂടിയവരും പറഞ്ഞവരും ഒറ്റ വാർത്തയാണ്. ഒറ്റപ്പെടുത്തിയതോ, ഒറ്റുകൊടുത്തതോ, കൈപ്പൂടിച്ചതോ, കരഞ്ഞതോ, ചമ്മട്ടി അടിച്ചതോ, പറിച്ചു കീറിയതോ, മോര് വീണതോ, ക്രൂശിക്കപ്പെട്ടതോ ഒന്നുമല്ല. ഒറ്റപ്പെടുത്തിയതോ, മാറ്റി നിർത്തിയതോ, തകർത്തതോ, പരിചയർ അവഹേളിച്ചതോ ഒന്നുമല്ല. സംസാരത്തിന്റെ വിഷയം ഇതൊന്നുമല്ല. എല്ലാവരുടെയും സംസാരത്തിന്റെ വിഷയം ഉത്ഥാനമാണ്. യേശു ഉയർത്തു. ഇന്നലെ കരഞ്ഞോ, ഇന്നലെ ശപിച്ചോ, ഇന്നലെ മാറ്റി നിർത്തിയോ, നമുക്കിടയിൽ വിഭാഗീയതയുണ്ടോ, നമ്മളെ ആരൊക്കെ ഒറ്റപ്പെടുത്തി, ഇതൊന്നും അവരുടെ സംസാരത്തിന്റെ വിഷയമല്ല. വന്നവരും നിന്നവരും കൂടിയവരും ചേർന്നവരും കൈകോർത്തവരും ഒരുമിച്ചിരുന്നവരും എല്ലാം ഒറ്റ വാർത്ത പറഞ്ഞപ്പം ഉത്ഥാനം അവരെ എഴുന്നേൽപ്പിച്ചു നിർത്തി. സഭയുടെ ഐക്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉത്ഥാനം ചർച്ചാ വിഷയമാകട്ടെ. നമുക്ക് എഴുന്നേൽക്കാം. നമ്മളെ ഭാരപ്പെടുത്തുന്ന വിഭാഗീയത, ഭാരം, ഒറ്റുകൊടുക്കൽ, വിഭാഗീയത, ഇവയെക്കുറിച്ച് സംസാരിച്ച് നമുക്ക് സമയം കളയാം. വന്നവരും നിന്നവരും ഒറ്റ സുവിശേഷം പറഞ്ഞു. യേശു കർത്താവ് ഈശോ മിശിഹാ ഉയർത്തെഴുന്നേറ്റു. ഈ ഉത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ഉത്ഥാനത്തിൽ നോക്കി എഴുന്നേൽക്കാൻ സഭ മുഴുവനെയും ദൈവം ശക്തിപ്പെടുത്തട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മരിയൻ സിനിമ എന്ന മഹാസ്വർഗീയ സ്വപ്നത്തിന് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. ആമേൻ, ആമേൻ, ആമേൻ.